BJP സ്ഥാനാർത്ഥിയായി രാധാകൃഷ്ണനും ഇവിടെ മത്സരിക്കുന്നു. പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ നല്ല പ്രവർത്തനമാണ്. നമ്മളിപ്പോൾ മൂന്നാം റൗണ്ടാണ് നമ്മളിപ്പോൾ ഓരോ വീട് കയറുന്നത്. നമ്മുടെ ഏരിയ ഒരുവിധം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഒരേ പാർട്ടി ഭരിക്കുകയും വികസന മുരടിപ്പ് ഏറ്റവും കൂടുതൽ പല മേഖലകളിലും അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് ഒളവണ്ണ പഞ്ചായത്ത്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കാണിക്കുന്നത്. NDAക്ക് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഈ ഇലക്ഷനിൽ ഒളവണ്ണ പഞ്ചായത്തിൽ ഉണ്ടാവും. ഒളവണ്ണയിലെ പല അഴിമതി കഥകളും ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ പല തരത്തിലുള്ള പദ്ധതികളിലും കാണിച്ചിട്ടുള്ള സ്വജനപക്ഷപാതം അത് വളരെയധികം ജനങ്ങൾക്കിടയിൽ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ടായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 വോട്ടിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചരിത്രമാണ് ഒന്നാം വാർഡിൽ BJPക്ക് ഉള്ളത്. അത് ഞങ്ങൾ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. കേവലം വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ ഞങ്ങളുടെ ജയം ഞങ്ങളുടെ കൈവിട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തവണ ജനങ്ങൾ ഞങ്ങൾക്ക് ആ ഒരു വിജയാനുഗ്രഹം നൽകുമെന്ന് തന്നെയാണ്. 2ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം വാർഡിലും ബ്ലോക്കിലും ഒക്കെ തന്നെ ഉണ്ടാവും. വികസന കാഴ്ചപ്പാട് മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ പദ്ധതികൾ നമ്മുടെ വാർഡിലെ അവസാന വോട്ടർക്ക് വരെ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു സേവനം അത് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. അതിന് ജനങ്ങളുടെ അടുത്ത് നിന്ന് വളരെ നല്ല സപ്പോർട്ട് ഞങ്ങളുടെ സമ്പർക്കത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സപ്പോർട്ട് തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഇത്തവണ ഒളവണ്ണ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും NDA മുന്നണിക്കും ഉണ്ടാവും.